Hello everyone, this is Archana from Tiju's Academy and we are back with another live of IELTS Speaking. Okay, let's wait for our friends to join. Yes, few of our friends have joined. So in the previous classes, we were discussing the types of questions that we asked in warm-up and cue card. We haven't discussed all the questions in cue card, but yet we talked about the art of narration, art of describing things in the cue card session. So today, as I have promised, we are here with the type of questions that are asked in follow-up session. So let's see what are the kinds of questions that are asked in follow-up, how to answer it. You will be having doubts like what all kinds of questions will be asked in the follow-up part. Let's see. Before that, let me give you an idea of what follow-up is. Follow-up will be followed by the cue card session. So this is the part 3 of IELTS speaking test. IELTS speaking test in the part 3 ആണ് follow-up എന്ന് പറയുന്നത്. We have discussed it, but if someone is watching this video for the first time, for your understanding, I'm saying this. Okay, and this is a 4 to 5 minutes interview. Okay, 4 to 5 minutes interview ആയിരിക്കും. And here we have to predict, analyze, compare and give opinion. മോസ്റ്റ്ലി നമ്മുടെ ഒപ്പീനിയൻസ് ആയിരിക്കും ഫോളോ അപ്പ് സെഷനിൽ ചോദിക്കുന്നത്. ക്യൂ കാർഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇൻ ഫ്യൂച്ചർ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വി ആർ ആക്ച്വലി പ്രെഡിക്റ്റിംഗ് സംതിങ് അല്ലേ. ഇനിയും പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ടൈംസിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ മോസ്റ്റ്ലി നമ്മുടെ ഒപ്പീനിയൻസ് ലൈക്ക് നമ്മുടെ പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളുടെ വ്യൂ പോയിൻറ്റ്സ്, നമ്മളുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെയാണ് ഫോളോ അപ്പ് സെഷനിൽ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അത് എവിടെ നിന്നായിരിക്കും ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻസ് വിൽ ബി എൻറ്റയർലി ബേസ്ഡ് ഓൺ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ. I hope this is clear to you. All right. And now, so it's given here, theme is related to part 2. Topics varies. It can be from technology, education, environment, TV influence, leisure activities, shopping, sports, transportation. So it varies. It's from a wide range of subjects that they are going to ask questions. Okay, ഇനിയും ക്യൂ കാർഡിനെ പറ്റിയിട്ടുള്ള പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ലെങ്കിലും അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഐ ഹോപ്പ് യു ഗെറ്റ് an overview like what is IELTS speaking, how many parts are there, and follow-up is based on the questions from cue card session, cue card question. All right. Okay, now see, I have an example here. Like I'm going to discuss the various types of questions with the help of one example. Like ആ ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് എന്തൊക്കെ ടൈപ്സ് ഈ കമ്പാരിസണും പ്രഡിക്ഷനും അനാലിസിസും നമ്മളുടെ ഒപ്പീനിയൻ പറയുന്നതൊക്കെ ഏതൊക്കെ ടൈപ്പിൽ ചോദിക്കാം. ആൻഡ് വൺ ക്വസ്റ്റ്യൻ വിൽ ബി ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അവരെങ്ങനെ ചോദിക്കുന്നു. സോ ദാറ്റ് വിൽ ബി മോർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ ഏതൊക്കെ രീതികളിൽ നമ്മളോട് ചോദിക്കാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഓൾ റൈറ്റ്. സോ നൗ സീ, ദിസ് ഈസ് എ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് എ ഫിലിം യു വാച്ച്ഡ് ഓർ ഡിസ്ക്രൈബ് എ ഫിലിം ദാറ്റ് ഇംപ്രസ്ഡ് യു എ ലോട്ട്. ഇപ്പം നമ്മൾ വാച്ച് ചെയ്തൊരു ഫിലിം അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തൊരു ഫിലിമിനെ പറ്റി പറയൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫിലിംസ്, മൂവീസ് അല്ലേ. അപ്പോൾ ഇനിയും ഫോളോ അപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി എന്ത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം? മൂവീസ് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കാം. ഈ മൂവീസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മളെ റിലേറ്റ് ചെയ്ത് നമ്മളുടെ ഒപ്പീനിയൻസ് അവരെങ്ങനെ സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫോളോ അപ്പിൽ കാണാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഒരു ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോളോ അപ്പ് ആൻഡ് വാം അപ്പ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ഫോളോ അപ്പ് ഫ്രം ദി വാം അപ്പ് സെഷൻ? എന്താണ് ഡിഫറൻസ്?
വാമപ്പ് എന്ന് പറയുമ്പം കുറച്ചുകൂടി ഒരു വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി അബൌട്ട് അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും, നമ്മളുടെ ഇൻട്രസ്റ്റ് ഒക്കെ ചോദിച്ചായിരിക്കും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ സ്റ്റഡീസ്, അങ്ങനെ ഹോബീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ബട്ട് ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, മാക്സിമം 2 to 3 സെൻറ്റൻസസ് ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി പേസ് ഓഫ് യുവർ സ്പീക്കിംഗ്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കോണ്ടൻറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് നിങ്ങൾ വിശദീകരിച്ച് പോവുകയാണ്. ഇഫ് യു ആർ ഡ്രാഗിങ് എ കോണ്ടൻറ്റ് ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ, ദി ഇൻ്റർവ്യൂവർ വിൽ ഇൻറ്ററപ്റ്റ് ആൻഡ് സേ ടു സ്റ്റോപ്പ്. അദ്ദേഹം തന്നെ, അല്ലെങ്കിൽ ആരാണ് ഇൻ്റർവ്യൂവർ, അവർ നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ പക്ഷേ ചോദിച്ച ചോദ്യത്തിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ നമ്മൾ പറയാൻ ശ്രമിക്കുക. ആൻഡ് വൺ മോർ തിങ്, നമ്മളിപ്പോൾ ഒരു ഫോളോ അപ്പിനാണെങ്കിലും വാമപ്പിനാണെങ്കിലും ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിക്ലറേറ്റീവായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ നമുക്ക് പറ്റുമോ? ഭയങ്കര അഡമൻ്റായിട്ട് അതങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ തന്നെയാണെന്ന് സ്റ്റബോണായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, ലൈക്ക് നമ്മൾക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കാണും. അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സ് കാണും, നമ്മളുടെ കുറച്ച് ബിലീഫ്സ് കാണും, നമുക്ക് അഫിനിറ്റി ഉള്ള കുറച്ച് ഏരിയാസ് കാണും. അപ്പോൾ അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ മോശമാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ടോപ്പിക്സ് വരുമ്പോഴത്തേനും വി ഷുഡ് ബി വെരി കെയർഫുൾ നോട്ട് ടു ആൻസർ ലൈക്ക് ദാറ്റ്. ലൈക്ക് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ആൻസറിങ്ങിലൂടെ അറിയാൻ പറ്റുന്നത്. ഹായ്, ഓക്കെ. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി വെരി കെയർഫുൾ നോട്ട് ടു ആൻസർ ഇൻ ദി റോങ് വേ. ലൈക്ക് ഒരു കാര്യം പറയുമ്പോഴത്തേനും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ തെറ്റാണ്, ലൈക്ക് തെറ്റാണെന്ന് പബ്ലിക് എല്ലാവരും ഒരുപോലെ തെറ്റാണെന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടല്ല. ബട്ട് യെറ്റ് ദെയർ ആർ സം ബിലീവ്സ്, certain factors that we should not answer being so judgmental അല്ലെങ്കിൽ സോ ഡിക്ലറേറ്റീവ്. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് റിപ്പോർട്ട് ചോദിക്കുകയാണ് നമ്മളോട്, നമ്മൾ ഭയങ്കര റിസർച്ച് നടത്തിയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട്, നമുക്കറിയാമെന്നുള്ള രീതിയിൽ ഭയങ്കര ഡിക്ലറേറ്റീവായിട്ട് നമുക്കത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും? ഇല്ല. നമ്മൾ പറയുന്നത് ഇൻ മൈ വ്യൂ പോയിൻ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മൈ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഫ്രം മൈ ഏരിയ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവാറും ഫോളോ അപ്പിനൊക്കെ ആൻസർ പറയുന്നത് തന്നെ. അപ്പോൾ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വി ആർ നോട്ട് ഡാം ആൻഡ് ഷുവർ, അല്ലേ? നമ്മൾക്ക് അത്രയും ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നില്ല, ബട്ട് നമ്മൾക്ക് തോന്നുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദിസ് ഇസ് ടു ചെക്ക് യുവർ പ്രൊഫഷ്യൻസി ഇൻ ലാംഗ്വേജ്. നിങ്ങൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരു ആൻസർ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ ഇൻ്റലിജൻസ് അവിടെ ചെക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എത്ര ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഹൗ ബ്യൂട്ടിഫുള്ളി യു ആർ യൂസിങ് യുവർ ലാംഗ്വേജ്, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ആർ യു ഏബിൾ ടു ആൻസർ ടു എ ക്വസ്റ്റ്യൻ വെൻ ആസ്ക്ഡ്? ആർ യു ഏബിൾ ടു കോംപ്രിഹെൻഡ് ദ ക്വസ്റ്റ്യൻ വെൻ ആസ്ക്ഡ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദേ ഹാവ് സർട്ടൻ ക്രൈറ്റീരിയ ഓൺ വിച്ച് ദേ ആർ ഗിവിങ് അസ് മാർക്സ്. അപ്പോൾ അതും ഓർത്തിരിക്കുക. വെറുതെ ചാടിക്കയറി നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളതല്ല. ലൈക്ക് നമുക്ക് തോന്നുന്ന കാര്യം പറയാം, ബട്ട് ഇൻ ദ മോസ്റ്റ് പൊളൈറ്റ് ലാംഗ്വേജ്. ഓക്കെ, and see, these are certain questions based on this cue card question we have discussed here. അപ്പോൾ ഇവിടെ ഫിലിമിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു മൂവിയെക്കുറിച്ചാണ് ക്യൂ കാർഡ് ക്വസ്റ്റൻ എന്ന് മനസ്സിലായി. നമ്മൾ സംസാരിക്കുന്നതും ആ മൂവിയെ പറ്റിയിട്ടാണ് പെർട്ടിക്കുലറായിട്ട്. അത് വെൻ ആൻഡ് വെയർ യു വാച്ച്ഡ് ഇറ്റ്, ആ മൂവി എന്തിനെ പറ്റിയിട്ടായിരുന്നു, ഓക്കെ, എന്തുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്തു, നിങ്ങളുടെ ഒപ്പീനിയൻ, ഹൗ യു ഫെൽറ്റ് അബൌട്ട് ഇറ്റ്, ആൻഡ് വാട്ട് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് മെയ്ഡ് യു തിങ്ക് എ ലോട്ട്. എന്തുകൊണ്ട് ആ ഒരു സിനിമയെ പറ്റി നിങ്ങൾ ഒരുപാട്, ആ ഒരു മൂവിയെ പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു, ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഇംപ്രസ് ചെയ്ത ഒരു മൂവിയെ പറ്റിയിട്ടാണ്. ഇനിയും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സിംഗിൾ ടോപ്പിക്കിൽ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻ അവരെങ്ങനെ നമ്മളോട് ചോദിക്കുന്നു ഫ്രം എ സിംഗിൾ ടോപ്പിക്. ഒരു മൂവി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് എങ്ങനെ ചോദിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദ സെയിം തിങ് ഇസ് ഗോണ happen in all other topics. വേറെ ഏതൊരു ക്യൂ കാർഡ് ടോപ്പിക്ക് കിട്ടിയാലും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഫസ്റ്റ് വൺ. ഡു മോസ്റ്റ് പീപ്പിൾ പ്രിഫർ ടു വാച്ച് മൂവീസ് അറ്റ് ഹോം ഓർ ഇൻ സിനിമ? സോ വാട്ട് ഇസ് എ സിനിമ? തിയേറ്റർ ഇറ്റ്സെൽഫ്, എ മൂവി തിയേറ്റർ, അതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെയാണോ? നമ്മളോട് ചോദിക്കുകയാണ്, ഡു മോസ്റ്റ് പീപ്പിൾ പ്രിഫർ ടു വാച്ച് മൂവീസ് അറ്റ് ഹോം ഓർ ഇൻ എ സിനിമ? ഇനിയും എസ് ആണെങ്കിലും നോ ആണെങ്കിലും, അല്ലെ ഹോം ആണ് സിനിമ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യണം? നമ്മൾ അതവിടെ ജസ്റ്റിഫൈ ചെയ്യണം. വൈ, എന്തുകൊണ്ട്? ആൻഡ് ദിസ് ഹാപ്പൻസ് വിത്ത് എവറി ക്വസ്റ്റ്യൻ.
ഓക്കെ, വൈ എന്നുള്ള എലമെൻറ്റ് അവിടെ ഉണ്ട്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം എന്തുകൊണ്ടൊരു കാര്യം, നമ്മളൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടെന്നുള്ളത്. ആൻഡ് ഹിയർ സി, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിക്കവാറുമുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണോ ഇഷ്ടം, അതോ ഒരു തിയേറ്ററിൽ പോയിട്ട് കാണുന്നതായിരിക്കുമോ? ഡു ദേ പ്രിഫർ ടു വാച്ച് മൂവീസ് അറ്റ് സിനിമ? അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ പറയുന്നത്? ഡു ദേ ഹാവ് ആൻ ആൻസർ കീ വിത്ത് ദം? ഒരു ആൻസർ കീ വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന പോലെ, സയൻസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ആൻസർ കീ വെച്ചിട്ട് അതിലെ ആൻസേഴ്സ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ? നോ, ദേ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. അപ്പം നമ്മളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. ഇനി ഇതിനൊരു ആൻസർ പറയാനായിട്ട് നമ്മളൊരു അനാലിസിസ് നടത്തി കാണണമല്ലോ, മിക്കവാറും ഉള്ള ജനങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൂടി കാണത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ആൻസർ ആയിരിക്കുമോ മറ്റൊരാൾക്ക് പറയുന്നത്? അല്ല, നമുക്കിവിടെ ലിബർട്ടി ഉണ്ട് എന്ത് ആൻസർ പറയണോ എന്നുള്ളത്. അത് നമ്മളുടെ ചിന്താഗതിയെ എൻറ്റയർലി അവർ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കാം. എന്താണ് പോയിൻറ്റ്? വി ഹാവ് ടു യൂസ് ദി പ്രോപ്പർ ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ എങ്ങനെയായിരിക്കും പറയുന്നത്? സിനിമയിൽ പോയി കാണുന്നതാണോ അതോ ഹോമിൽ ഇരുന്ന് കാണുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം? ചിലർ പറയും വീട്ടിലിരുന്ന് കാണുന്നതാണ് ഇഷ്ടം, ബിക്കോസ് വി ക്യാൻ വാച്ച് ഇറ്റ് വെൻ എവർ വി വാണ്ട്. ചിലപ്പം സിനിമാസിൽ പോകുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. ആൻഡ് ഇഫ് എ പേഴ്സൺ ഇസ് വർക്കിംഗ് ഓർ സ്റ്റഡിയിങ്, ദേ കുഡൻറ്റ് ഫൈൻഡ് എനഫ് ടൈം ടു ഗോ ടു എ സിനിമ ആൻഡ് വാച്ച് ദ മൂവി. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രിഫർ ടു വാച്ച് മൂവീസ് അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ്സ് എ പോയിൻറ്റ്. ആ ഒരു വ്യക്തി, ആൻസർ പറഞ്ഞ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സ് ആയിരിക്കും ആ പറഞ്ഞത്. ഇനി വേറെ ഒരാൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത്? വീട്ടിലിരുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇഫക്റ്റ് കിട്ടില്ല. ഇഫ് യു വോണ്ട് ടു എൻജോയ് ദ ഫിലിം ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്, if you want to concentrate on the film to its fullest, if you really enjoy the act of watching a movie, you should definitely go to a cinema theater and then watch it എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ എന്ന് അവരോട് പറയേണ്ട കാര്യമില്ല. ലൈക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോസ്റ്റ് പീപ്പിളിന് തന്നെ നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയും പറയാം. ഇനിയും വേറെ ചിലർ ഈ രണ്ട് പോയിന്റിലും ആയിരിക്കില്ല ആൻസർ ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ലൈക്ക് സം പീപ്പിൾ ലൈക്ക് ടു വാച്ച് മൂവീസ് അറ്റ് ഹോം ആൻഡ് അതേഴ്സ് വുഡ് ലൈക്ക് ടു ഗോ ടു എ സിനിമ. ഇങ്ങനെ പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് വന്നത്? സെയിം ആൻസർ ആണോ എല്ലാവരും കൊടുക്കുന്നത്? അല്ല. ഹോം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, സിനിമാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയും ഇറ്റ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ലൈക്ക് രണ്ടും പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. ഇനിയും ഇതിനൊരു സയൻറ്റിഫിക് ആൻസർ കൊടുക്കാനായിട്ട് വി ഹാവൻറ്റ് കണ്ടക്റ്റഡ് എനി റിസർച്ചോ അല്ലെങ്കിൽ അങ്ങനെ റിസർച്ചോ നടത്തിയിട്ടുണ്ടെങ്കിലും വി ഡോണ്ട് നോ അബൌട്ട് ദ റിസൾട്ട്സ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ആൻസർ തന്നെ നമുക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി. പക്ഷേ അത് പ്രോപ്പറായിട്ട് എന്തുകൊണ്ട്, വൈ എന്നുള്ള 1-2 റീസൺസും കൂടി അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുക. ഇഫ് യു ക്യാൻ പോയിൻ്റ് ഔട്ട് സർട്ടൻ എക്സാമ്പിൾസ്, യു ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ലൈക്ക് ഇപ്പം സിനിമാസിൽ പോയി കാണുന്നതാണ് നല്ലതെന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ഹിറ്റ് സിനിമ റിലീസാവുന്ന, അല്ലെങ്കിൽ ലൈക്ക് യു ക്യാൻ സ്പീക്ക് അബൌട്ട് 3D മൂവീസ്, അതപ്പം സിനിമാസിൽ പോയിരുന്ന് കണ്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ എന്നുള്ള എക്സാമ്പിളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്. ആൻഡ് യുവർ പോയിൻറ്റ് സീംസ് മോർ കൺവിൻസിങ്. So this is how we are going to answer questions in follow-up. അപ്പം 2 to 3 സെൻറ്റൻസസ് അല്ലെങ്കിൽ നമ്മൾ ആൻസർ കൺവിൻസിംഗ് ആയിട്ട് പറയുക എന്നുള്ളതേ ഉള്ളൂ. ഐ ആം എക്സ്പ്ലെയിനിങ് ഫോർ ദിസ് സിംഗിൾ ക്വസ്റ്റ്യൻ ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഏതൊക്കെ രീതിയിൽ പറയാം. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തും പറയാം അതിൻ്റെ ആൻസർ. പക്ഷേ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു പ്രോപ്പർ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഗ്രാമർ ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ആൻസർ പറയുക. ഓൾ റൈറ്റ്, ആൻഡ് നൗ സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗോയിങ് ടു ദി സിനിമ വിത്ത് ഫ്രണ്ട്സ്? അപ്പോൾ ഇവിടെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടോ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട് ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട്. ഇവിടെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് എന്ത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്? അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമുക്കറിയില്ല അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സെർട്ടൻലി വി ഹാവ് ടു പോയിൻ്റ് ഔട്ട് സം അഡ്വാൻറ്റേജസ്. അതായത് മൂവിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നിങ്ങൾ പറയുന്നത്? ചിലർക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുണ്ടായിരിക്കാം. അപ്പോൾ അവരങ്ങനെ പറയായിരിക്കും, ഐ ഡോണ്ട് ഹാവ് ദി ഹാബിറ്റ് ഓഫ് വാച്ചിങ് മൂവീസ്. വാച്ചിങ് മൂവീസും ഉണ്ടായിരിക്കില്ല ആൻഡ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ് ഇതും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് എന്നുള്ളത് എടുത്തു പറയുന്ന ആൾക്കാരുണ്ട്.
ഇനിയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് ടൈം എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലോ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടോ അതെല്ലാം പറയും. ലൈക്ക് it's a quality time you can spend with your friends. They'll discuss about the movie they have watched. Maybe they'll be having a debate or arguments for and against for the same movie they watched. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു, എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഡിസ്കഷൻസ്, ഒരു മൂവി ബഫൊക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടത്തുന്നുണ്ടായിരിക്കും. ദേ ക്യാൻ ബി പെർട്ടിക്കുലർ ജോൺഡ്രാസ് ഓൺ വിച്ച് പീപ്പിൾ വിൽ ബി വാച്ചിങ് മൂവീസ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഹോബിയായിട്ട് ഇത് തിരഞ്ഞെടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം ആൻസർ വേരീസ് ഫോർ ഈച്ച് പേഴ്സൺ. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 4 പേരോട് ചോദിക്കുകയാണെങ്കിൽ 4 ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ബട്ട് സേ ഇറ്റ് ഇൻ ദ പ്രോപ്പർ ലാംഗ്വേജ്. ഓൾ റൈറ്റ്. Now the third question, is going to cinema still popular? ഇപ്പോഴും സിനിമയ്ക്ക് പോകുന്നത് പോപ്പുലർ ആണോ? ലൈക്ക് ഒരു തിയേറ്റർ വിസിറ്റ് ചെയ്തിട്ടെന്നുള്ള ഒരു സെൻസിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ തിങ്ക് as developments are coming, the age is progressing and we have a lot of changes when compared to all times. പഴയ കാലം എടുത്തു നോക്കുമ്പോൾ there are many changes. എന്നിട്ടും ഇപ്പോഴും ഒരു തിയേറ്ററിൽ പോകുന്നത് ഒരു പോപ്പുലർ ആക്ടിവിറ്റി ആണോ എന്ന് ചോദിച്ചാൽ, സി മൂവി ഇറ്റ് സെൽഫ് ഇസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ പോപ്പുലർ കൾച്ചർ. പോപ്പുലർ കൾച്ചറിൽ വരുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ് മൂവി എന്നും പറയുന്നത്. അപ്പം സിനിമാസിന് പോകുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണോ ഇപ്പോഴും എന്ന് ചോദിച്ചാൽ ചിലർ ഓഫ് കോഴ്സ് എസ് എന്ന് പറയും. കാരണം ഒരു തിയേറ്ററിന് തരുന്ന എഫക്റ്റ് ഒന്നും ഒരിക്കലും ഹോമിലിരുന്ന് സിനിമ കണ്ടാൽ നമുക്ക് ഉണ്ടാവില്ല. ചിലരെന്തായിരിക്കും പറയുന്നത്, because of many advancements, there are many platforms through which you can watch movies. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് മൂവീസ് ഇപ്പോൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി യു ഹാവ് ടു ഗോ ടു എ സിനിമ ആൻഡ് ദെൻ വാച്ച് ഇറ്റ്. അപ്പോൾ അതും നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തും നിങ്ങൾ പറഞ്ഞോളൂ, ബട്ട് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു explain it with one example or just 1 or 2 sentences. Okay. Now, what kind of movies do you think need to be seen in the cinema to be fully appreciated? ഏത് ടൈപ്പ് ഓഫ് മൂവീസ് ആയിരിക്കണം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്? അത് ഫുള്ളായിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ജോൺഡ്രാസ് എടുത്ത് പറയുമായിരിക്കും, അല്ലേ? ചിലർ ത്രില്ലർ മൂവീസിനെ പറ്റി പറയുമായിരിക്കും, അത് ഒരു തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിൽ പറയുന്നവരുണ്ട്. ഇനിയും ഇതൊന്നുമല്ല, ഇപ്പം തിയേറ്ററിൽ പോകണമെന്ന് നിർബന്ധമില്ല. ലൈക്ക് അത് നമ്മളുടെ ഒരു ഇഷ്ടമാണ്. നമ്മൾക്കൊരു മൂവി ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് നെസസറി യു ഹാവ് ടു ഗോ ടു എ സിനിമ ആൻഡ് ദെൻ വാച്ച് ഇറ്റ്. അത് അത്രയും നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇഫ് യു വാണ്ട് ടു അപ്രീഷിയേറ്റ് ഇറ്റ്, ഇഫ് യു റിയലി വോണ്ട് ടു ഡു ഇറ്റ്, എന്ത് ചെയ്യും? നമ്മളത് പ്രോപ്പറായിട്ടിരുന്ന് കാണും. അതിൽ വേണ്ട സജഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ റിവ്യൂ നമ്മൾ നൽകിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം. അതല്ല, ചില പെർട്ടിക്കുലർ ഫിലിംസ് ഒരു സിനിമയിൽ പോയിരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതും ഉണ്ടായിരിക്കും. ബട്ട് ഇവിടുത്തെ ക്വസ്റ്റൻ എന്താണ്? നമ്മളോട് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു തിങ്ക് നീഡ് ടു ബി സീൻ ഇൻ ദ സിനിമ? അപ്പം നിങ്ങൾക്ക് ആദ്യം ആ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഇനിയും ഏത് സിനിമയാണ് നമ്മളോട് എടുത്ത് ചോദിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ സിനിമാസ് ഒന്നും ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് യു ക്യാൻ പോയിൻ്റ് ഔട്ട് സം സിനിമാസ്. അത് അവിടെ പോയിരുന്ന് കണ്ടാൽ മാത്രമേ നന്നായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ഐ ഹാവ് പ്രീവിയസ്ലി മെൻഷൻഡ്, ഇപ്പോൾ 3D മൂവീസൊക്കെ ആണെങ്കിൽ ആ ഒരു എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ, അത് ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലേ ഒരു തിയേറ്റർ എഫക്റ്റൊക്കെ കിട്ടിയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് പറയാം. ദ തിങ് ഇസ്, നമ്മളോട് ചോദിക്കും ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുമോ എന്നുള്ളതാണ് മിക്കവാറുള്ള സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചിലർക്ക് കൺഫ്യൂഷനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പാനിക് ആവുക എന്നുള്ളതല്ല. ദേ ആർ ആസ്കിങ് സം കാഷ്വൽ ക്വസ്റ്റ്യൻസ്. നമ്മളോട് വളരെ കാഷ്വലായിട്ട് ചില ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏത് ആൻസർ വേണമെങ്കിലും നൽകാം. നിങ്ങൾ പറയുന്നതിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അതിലൂടെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള അങ്ങനെയല്ല. ബട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്, അഭിപ്രായമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായം നിങ്ങളത് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജിൽ പറയുക എന്നുള്ളതേ ഉള്ളൂ.
ബട്ട് അതിൽ കൂടുതൽ നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. പാനിക്കായി കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് ഒന്നും ഓർക്കാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇവിടെ എന്തെങ്കിലും ടഫ് ക്വസ്റ്റ്യൻസ് വന്നോ? ഇല്ല. നമ്മളോട് ഒരു മൂവി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ക്യൂ കാർഡിൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നും അത് റിലേറ്റ് ചെയ്ത് സം ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചില കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മൾ പറയുക. ദാറ്റ്സ് ഇറ്റ്. And I'll go through the rest of the questions quickly. What can cinemas do to attract more audiences? What can cinemas do to attract more audiences? Like when compared to, അപ്പോൾ ഇവിടെ എന്താ ഒരു കമ്പാരിസണും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓൾ ടൈം എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇന്ന് സിനിമാസിൽ പോകുന്നവരുടെ നമ്പർ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ലൈക്ക് കുറച്ച് സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരുടെ മൂവീസിൻ്റെ ടൈം ആകുമ്പോൾ, റിലീസ് ടൈം ആകുമ്പോഴത്തേന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു വലിയ റഷൊക്കെ കാണുന്നത്. എന്നാൽ പണ്ടത്തേനേക്കാൾ കൂടുതൽ നമുക്കിപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് മൂവീസ് വാച്ച് ചെയ്യാനായിട്ട്. അപ്പം അത് മെനക്കെട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സിനിമാസിന് എന്തൊക്കെ ചെയ്യാം? അവർക്ക് കുറേ ഇന്നോവേഷൻസ്, നോവൽ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നൂടെ? കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർ മൂവീസ് കാണുമ്പം കൂടെ വന്ന ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് ഡിഫറെൻറ്റ് സ്റ്റോൾസ്. അപ്പോൾ എന്താണ് നമ്മളുടെ ആൻസർ? ഇപ്പോൾ ഇത് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിൽ വരുന്നത്. വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്, ജസ്റ്റ് സേ ഇറ്റ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നൗ ഡു യു തിങ്ക് പീപ്പിൾ ക്യാൻ ലേൺ ന്യൂ കൾച്ചേഴ്സ് ത്രൂ മൂവീസ്? ഇത് ഒരിക്കലും നമുക്കൊരു നോ പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് പഠിക്കുന്നില്ലേ ഒരു മൂവി കാണുമ്പം? ലൈക്ക് ഇഫ് യു കൺസിഡർ ദ ടിപ്പിക്കൽ കേസ് ഓഫ് കേരള ഇറ്റ്സെൽഫ്, വി ഹാവ് എ ലോട്ട് വെറൈറ്റി ഓഫ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് കൾച്ചർ. ഈവൻ മലയാളം എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻറ്റ് സ്ലാങ്സിൽ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിൽ തന്നെ പല പാർട്സിലെടുത്ത് പല ഡയറക്ടേഴ്സ് നമ്മൾക്ക് കാണിച്ചു തരുന്ന മൂവീസ് ആണെങ്കിൽ കൂടി വി ആർ സ്റ്റഡിയിങ് ന്യൂ കൾച്ചേഴ്സ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കേസ് എങ്ങനെയാണെങ്കിൽ, ഇഫ് യു വാച്ച് മൂവീസ് ഓൾ ഓവർ ഇന്ത്യ, if you watch international movies, if you watch movies from different countries, you'll be getting to know more about other cultures. So this happens. We are studying culture, definitely. അപ്പോൾ ഇത് പറയുമ്പം നിങ്ങൾക്ക് അതിനെ ഒന്ന് രണ്ട് വേണമെങ്കിൽ ഒരു മൂവിയുടെ എക്സാമ്പിളും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. ഓക്കെ. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഈസി. പീപ്പിൾ ക്യാൻ ലേൺ ന്യൂ കൾച്ചേഴ്സ് ത്രൂ മൂവീസ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഡു യു തിങ്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾക്ക് പുതിയ കൾച്ചർ മൂവീസ് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്? ഓഫ് കോഴ്സ് അത് പറ്റും. അപ്പോൾ അത് നമ്മൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ നോ പറയേണ്ട കാര്യവുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ അനൂപ്. ഗുഡ് ആഫ്റ്റർനൂൺ ബെഞ്ചമിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ് ആർ പോപ്പുലർ ഇൻ ഇന്ത്യ? മേ ബി ഇത് വളരെ പെർട്ടിക്കുലറായിട്ട് പറയാൻ നമുക്ക് അറിയത്തില്ലായിരിക്കും. എങ്കിലും ഇന്ത്യൻ പീപ്പിൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഏത് മൂവീസാണ്? കുറച്ചുകൂടി ഡ്രമാറ്റിക് സീൻസൊക്കെ വരുന്നതാണോ, റൊമാൻറ്റിക് മൂവീസാണോ, ത്രില്ലേഴ്സാണോ? ലൈക്ക് നമുക്കൊരു പോപ്പുലർ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മൂവീസ് ഏത് ടൈപ്പാണെന്നുള്ളതെങ്കിലും വെച്ച് ഊഹിച്ചിട്ട് നമുക്കതിൻ്റെ ആൻസേഴ്സൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആവണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പറയാം, പക്ഷേ a language, that's it. Do different age groups like the same kind of films? Next question. ഇവിടെ എന്ത് തമ്മിലാണ് കമ്പാരിസൺ വന്നിരിക്കുന്നത്? ഏജ് വെച്ചിട്ടാണ്. അപ്പം ഏജ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേനും ഓൾ പീപ്പിൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, ഇവർക്കൊക്കെ എല്ലാം സെയിം കൈൻഡ് ഓഫ് മൂവീസാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിനെ പറ്റിയിട്ടൊന്നും ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൂടി ഉണ്ടായിരിക്കില്ല. അപ്പം സെയിം കൈൻഡ് ഓഫ് മൂവീസ് എല്ലാ ഏജ് ഗ്രൂപ്പ്സും സെയിം കൈൻഡ് ഓഫ് മൂവീസ് ആണോ വാച്ച് ചെയ്യുന്നത്? അല്ലായിരിക്കും. ഇനിയും അത് ഏജ് വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടോ? അങ്ങനെയും ആയിരിക്കില്ല. കാരണം അതും ഇറ്റ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അപ്പം ചിലപ്പം ഒരുപാട് ഓൾഡായിട്ടുള്ള ആൾക്കാരായിരിക്കാം എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ യങ്സ്റ്റേഴ്സ് കാണുന്ന മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പറഞ്ഞാലും അതല്ല, ഡിഫറൻസ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ മൂവീസാണ് കാണുന്നത് എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞാലും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് ആഡ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ് ഡു യങ് പീപ്പിൾ പെർട്ടിക്കുലർലി ലൈക്ക്? യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എങ്ങനെയുള്ള ഫിലിംസ് ആയിരിക്കും പെർട്ടിക്കുലറായിട്ട്? ലൈക്ക് ഇന്നത്തെ ഒരു ട്രെൻഡ് എടുത്ത് വെച്ച് നോക്കി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയുമായിരിക്കും? BTSൻ്റെ ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. വെബ് സീരീസൊക്കെ കടന്നു വരുന്നുണ്ട്. കൊറിയൻ മൂവീസ് ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം
മോർ ദാൻ മലയാളം മൂവീസ്, ഇപ്പം നമ്മളുടെ നാട്ടിലേക്കാരൊക്കെ അവരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പം ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ കാണുന്ന ഒരു മൂവി ആയിരിക്കത്തില്ല ഓൾ പീപ്പിൾ കാണുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കേസസ് എടുത്ത് നോക്കിക്കഴിയുമ്പം നമുക്ക് മനസ്സിലായ കാര്യം അതെന്താണോ അത് നമ്മൾ പറയുക. Do fewer people choose to watch movies in cinemas than people did in the past? അപ്പം ഇവിടെ എന്ത് തമ്മിലാണ് കമ്പാരിസൺ വന്നിരിക്കുന്നത്? പാസ്റ്റ് ടൈമും പ്രസൻറ്റ് ടൈമും. അപ്പോൾ ഇവിടെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും എടുത്ത് നോക്കിക്കഴിയുമ്പോൾ സിനിമ കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തിയേറ്ററിൽ പോകുന്ന കാര്യം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്താണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നു, ഫിലിം ആ ഒരു എൻറ്റയർ ഫീൽഡിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അപ്പം തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് നെസസറി അല്ല. ഇപ്പം നമുക്കൊരു മൂവി വാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പാർട്ടിലാണെങ്കിലും ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ടൈമിലാണെങ്കിലും നമുക്കത് വാച്ച് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരുപാട് പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ സിനിമാസിൽ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിനുള്ള ഒരു ലൈക്കിംഗ് ഉള്ളവരും ഇപ്പോഴുമുണ്ട്. അപ്പം ആ ഒരു കമ്പാരിസൺ വെച്ചിട്ട് നമ്മൾ പറയുക, നമ്മൾ ഏത് പോയിന്റിന് സ്റ്റാൻഡ് ചെയ്യുന്നോ അതൊന്നുകൂടി ജസ്റ്റിഫൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വാട്ട് ആർ അതർ വേസ് ടു വാച്ച് മൂവീസ് നൗ? അപ്പം പിന്നെ നമ്മളോട് പെർട്ടിക്കുലറായിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഏതൊക്കെ മീഡിയത്തിൽ കൂടി മൂവീസ് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതർ ദാൻ തിയേറ്റേഴ്സ് എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അമേരിക്കൻ മൂവീസ് ആൻഡ് മൂവീസ് ഫ്രം യുവർ കൺട്രി? അപ്പോൾ ഇവിടെ ചിലപ്പം അമേരിക്കൻ മൂവീസ് വാച്ച് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം. ഇനി മൂവീസേ വാച്ച് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പം ചിലപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യും ചിലർ. ഞാനങ്ങനെ ഒരു മൂവി വാച്ച് ചെയ്യുന്ന ആളല്ല, എങ്കിലും നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിറ്റ് ഏതെങ്കിലും മൂവിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് എന്തോ അത് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയുക. അപ്പം നമുക്കൊരു ആൻസർ ഐ ഡോണ്ട് നോ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ലെന്നല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എന്തിനെയാണ് ബാധിക്കുന്നത്? ഇറ്റ് വിൽ അഫക്റ്റ് അവർ മാർക്സ്, അവർ സ്കോർ. അപ്പോൾ നിങ്ങളായിരിക്കണം കെയർഫുൾ ആയിരിക്കേണ്ടത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പം പറയാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആൻസർ ഫ്രം യുവർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും പറയുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഐ ഡോണ്ട് നോ എന്നുള്ളൊരു ആൻസർ ഇവിടെ വേണ്ട. അറിയാവുന്നത് പോലെ പറയുക. ആൻഡ് യു ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് അവർ മൂവീസ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട എന്തെങ്കിലും ഒരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ക്ഡ് ഇൻ ഫോളോ അപ്പ് പാർട്ട്. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇത്രയും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്യൂ കാർഡിലെ മൂവീസ് അല്ലെങ്കിൽ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ഒറ്റ പോർഷനിൽ നിന്നും എന്തൊക്കെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു. ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കുന്നു, ചിലത് കമ്പാരിസൺ. ഇപ്പോൾ ഇവിടെ ജെൻഡർ വെച്ചിട്ട് കമ്പാരിസൺ, ചിലർ മെയിൽസ് ആൻഡ് ഫീമെയിൽസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫാഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് വരുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ ഇഷ്ടപ്പെടുന്നത് മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഓൾഡ് പീപ്പിൾ ആൻഡ് യങ്സ്റ്റേഴ്സ്, അങ്ങനെ ഒരു കമ്പാരിസൺ, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ ഫോളോ അപ്പിൽ തന്നെ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വരാം. ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിയുമ്പം ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതെല്ലാം എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്? മൂവീസ്. അപ്പോൾ ഫോളോ അപ്പിൽ എന്തെങ്കിലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? നമ്മൾ ഇത്രയും കണ്ടു കഴിഞ്ഞിട്ട് ടഫെന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മളുടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് പാനിക് ആവാതെ നമ്മളത് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്ത് പറയുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ വാം അപ്പ് സെഷൻ ആൻഡ് നൗ ദീസ് ആർ ക്വസ്റ്റ്യൻസ് ഫ്രം ഫോളോ അപ്പ്. അപ്പോൾ ഇങ്ങനെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓൾ റൈറ്റ്, സോ ഐ ഹോപ്പ് ദിസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ഫോർ യു. നൗ വി can wind up. Yes, this is Archana signing out from Tiju's Academy. Thank you.